നീ എന്തിനാടാ ചക്കര അച്ഛൻ പട്ടത്തിന് പോയത്? താങ്ക് യു. അപ്പം അത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ ഷോർട്ട് ഫിലിമിന്റെ ഇതിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പം, ആ ഒരു മൊമെന്റ്സ് ആലോചിക്കുമ്പോൾ, ഹൗ ഡു യു ഫീൽ? സത്യം പറഞ്ഞാൽ ഐ ഫീൽ ഗ്രേറ്റ്, ടു ബി എ പാർട്ട് ഓഫ് അത്രയും വലിയൊരു വൈറലായ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഭാഗമായതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ ഐ എം ഹാപ്പി ദാറ്റ് ഐ വാസ് പാർട്ട് ഓഫ് സംതിങ് ഗ്രേറ്റ്. സോ സന്തോഷമാണ് എപ്പോൾ ഓർക്കുമ്പോഴും. ഇപ്പോഴും ഞാൻ ആ ഷോർട്ട് ഫിലിംസ് കാണാറുണ്ട്. അപ്പോൾ അതേ ഒരു ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ ക്ലിപ്സ്, അതിനൊരു ക്ലിപ്പ് അയച്ചു തരും എനിക്ക്, ഞാൻ അത് കണ്ടായിരുന്നു, നന്നായിട്ടുണ്ട് പറഞ്ഞ് ഇപ്പോഴും. അപ്പോൾ ഐ ഫീൽ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇപ്പോഴും ആ ഗൂസ് ബംസ് വരും ആ ഒരു ഡയലോഗ് കാണുമ്പോൾ. സംതിങ് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്താണെങ്കിലും ഒരു കൂട്ടം ഇപ്പം ആക്ട് ലാബോ അതിലല്ല നിങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിലെ സ്റ്റുഡൻസും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തൊരു പരിപാടിയാണ്. അത് ഇത്രത്തോളം വൈറലാവുന്നു. അപ്പോൾ ആ ഒരു സൗഹൃദവും നിങ്ങളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഒരു എഫക്റ്റാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. അത് അത്രയും ട്രെൻഡിങ് ആവാനുള്ളത്, അതായത് ഹിറ്റ് ആവാനുള്ള കാര്യം അതാണ്. അപ്പം ഇപ്പം എങ്ങനെയാണ് എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ? എങ്ങനെയുണ്ട് ആ ഒരു ഫാമിലി? ലൈക്ക് ഹൗ ആർ ദേ? ഇപ്പം എങ്ങനെയാണ് അവരെല്ലാവരും? ഇപ്പോൾ കോണ്ടാക്ട് കുറവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര വർഷമായില്ല. അപ്പോൾ എല്ലാവരെയും ലൈഫിൽ ബിസിയാണ്. അപ്പോൾ അങ്ങനെ കാണാറും സംസാരിക്കാറൊന്നുമില്ല. ബട്ട് ഇൻസ്റ്റയിൽ ചില ആൾക്കാർ ആക്റ്റീവാണ്. ഇപ്പോൾ വിഷ്ണു, ആനന്ദ് റോഷൻ അവരൊക്കെ ആക്റ്റീവാണ്. ബട്ട് മത്തായി അച്ഛൻ ആയി അഭിനയിച്ച ആളെ കൂടെ കുറച്ച് കോണ്ടാക്റ്റ് ഇല്ല. ബിക്കോസ് ആള് മാരി ചെയ്ത് ആള് പേഴ്സണൽ ലൈഫിൽ ബിസി ആയിട്ടുണ്ട്. സോ ഐ ഹാവ് നോ ഐഡിയ ഇല്ല. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇപ്പം നിങ്ങളുടെ ഓരോ അപ്ഡേറ്റ്സും ഭയങ്കരമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ നമുക്ക് അപ്പൊ നോക്കുമ്പോ ഒരുപാട് ആ ഒരു 5 പേര്, ആ ഫ്രണ്ട്സ്, അവരൊരുമിച്ചാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു അവര് 3 പേരും. പിന്നെ അനീഷയാണെങ്കിലും കോളേജിലും. അപ്പം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കണക്ഷൻ ഇപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വൈ അതൊരു ബ്രേക്കായി പോയ ആ ഒരു റിലേഷൻഷിപ്പ് എല്ലാവരും ആയിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ 6 years ആയില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ടായി. നമ്മൾ ലൈഫിൽ ബിസിയായി ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കൊറോണ വന്നു. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ കരിയറിന് നമ്മളൊന്ന് ബ്രേക്ക് എടുത്തു. എസ്പെഷ്യലി ഞാൻ ബ്രേക്ക് എടുത്തു. അതേമാതിരി മത്തായും പേഴ്സണൽ ലൈഫിൽ മാരേജ് ചെയ്ത് പിന്നെ ആളുടെ പേഴ്സണൽ ലൈഫിൽ ബിസി ആയിരുന്നു. മത്തായിയുടെ കല്യാണത്തിനൊക്കെ പോയിരുന്നോ? ഇല്ല, പോയിരുന്നില്ല. അല്ല, എനിക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. ആള് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ്. സോ ആള് ഭയങ്കര വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോടൊക്കെയാണ് ഇൻഫോം ചെയ്തിട്ടുള്ളത്.